ശ്രീ രവി മേനോൻ, ഒരുപക്ഷെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ ഓർക്കുമ്പോൾ അന്ന് അദ്ദേഹം ഈ സിനിമാ ലോകത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ അത് എളുപ്പമുള്ളൊരു യാത്രയായിരുന്നില്ല. അന്നത്തെ കാലത്ത് പി ഭാസ്കരനും വയലാറും ഒക്കെ ഉള്ളൊരു സമയത്ത് പുതുമുഖങ്ങൾക്കൊരു അവസരം ലഭിക്കുക അത് വളരെ അസാധ്യമായൊരു കാര്യമാണ്. അവിടെ തന്നെ ആ തുടക്കം മുതൽ തന്നെ അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാൽപ്പാട് അവിടെ ഉറപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ് സത്യം പറഞ്ഞ ഒരു ബഹുമുഖ പ്രതിഭ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ. കാരണം അദ്ദേഹം സിനിമാ പാട്ട് എഴുത്തുകാരനാകാൻ മോഹിച്ച ആളാണ്. പക്ഷെ ആ വഴി അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യം അദ്ദേഹം ചെന്നൈയിൽ വരുന്നു. ചെന്നൈയിൽ അന്വേഷണം എന്ന പേരിൽ നടത്തിയിരുന്ന അന്ന് ആ കാലത്ത് ചെന്നൈ മലയാളികൾ ചേർന്ന് നടത്തിയിരുന്ന ഒരു മാസികയാണ് അന്വേഷണം, ഒരു സാഹിത്യ മാസികയാണ്. ആ മാസികയുടെ പത്രാധിപരായിട്ടാണ് അദ്ദേഹം ചെന്നൈയിലെത്തുന്നത്. ആ മാസികയുടെ പത്രാധിപരായിരുന്ന കാലത്ത് എത്രയോ യുവ എഴുത്തുകാരെ, പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് അവര്. അങ്ങനെയുള്ള ആളുകളെ വെളിച്ചത്തേക്ക് കൈപിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൽ CV ബാലകൃഷ്ണനുണ്ട്, VR ഗോവിന്ദനുണ്ട്, PA ദിവാകരൻ, മാനസി, അങ്ങനെ അന്നത്തെ കാലത്തെ യുവതലമുറയിൽപ്പെട്ട എത്രയോ എഴുത്തുകാരെ പുള്ളി വെളിച്ചത്തേക്ക് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നീടാണ് വിമോചന സമരം എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം ഗാനരചയിതാവായിട്ട് അരങ്ങേറുന്നത്. ആ സിനിമയിൽ പി ഭാസ്കരനും വയലാറും പാട്ടെഴുത്തുകാരായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ വന്ന യുവാവായ മങ്കൊമ്പ് എഴുതിയ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഹരിഹരനുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് മങ്കൊമ്പിന്റെ ഏറ്റവും മികച്ച പാട്ടുകൾ മലയാളികൾ കേട്ടത്. പ്രത്യേകിച്ച് അയലത്തെ സുന്ദരിയിലെ ലക്ഷാർച്ചന കണ്ടു എന്ന് പറയുന്ന പാട്ട്. അത് മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു ഹിറ്റ് പാട്ടുകളിൽ ഒന്നായിട്ട് നിലനിൽക്കുന്നു. ശങ്കർ ഗണേഷ് ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. അത് കഴിഞ്ഞ് ധാരാളം ഹരിഹരന്റെ മിക്ക സിനിമകളിലും മങ്കൊമ്പ് തന്നെയാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അത് നാടൻ പാട്ടിന്റെ മെഡിശീല കിലിങ്ങി എന്ന് പറയുന്ന പാട്ടൊക്കെ വളരെ ഫേമസ് ആണ്. അതുപോലെ എല്ലാ മ്യൂസിക് ഡയറക്ടറും ബാബുരാജ് മ്യൂസിക് ചെയ്ത അവസാനത്തെ പടം ആകാശത്തില്, അതിൽ അദ്ദേഹത്തിന്റെ ബാബുരാജ് കമ്പോസ് ചെയ്ത അവസാനത്തെ പാട്ട് എഴുതിയത് മങ്കൊമ്പാണ്. വെളിച്ചം വിളക്കണച്ചു എന്ന് പറയുന്ന പാട്ട്. അതുപോലെ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണു, നവനീത ചന്ദ്രിക തുടങ്ങിയ പാട്ടുകൾ. അങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ എന്നും ഓർക്കുന്ന എത്രയെത്ര മനോഹരമായ ഗാനങ്ങൾ.